ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേ നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ പുറത്ത് തുണിയൊക്കെ നനച്ചിട്ട് ഉണക്കിയിട്ട് ആർത്തിട്ടിട്ടുണ്ടായ തുണിയെല്ലാം പറക്കി മീത്തട്ട് വെച്ചു. കാരണം ഇന്ന് നല്ല മഴയാണ് ഇവിടെ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മൂടൊക്കെ പിടിച്ച്, അതായത് മായൻ്റെ ഒരു മൂഡ് ഇതുണ്ടാവുമല്ലോ. നമ്മൾ കാസർഗോഡെല്ലാം പറയൽ മായൻ്റെ മൂടെന്നല്ല പറയൂ. അങ്ങനെ ആ ടൈപ്പിൽ ഞാൻ പറഞ്ഞ മായൻ്റെ മൂഡ്. അങ്ങനെ ആ പിടിച്ചിട്ടാകുമ്പോൾ നല്ല മായൻ്റെ മൂടുണ്ടായിന്. അങ്ങനെ പിന്നെ എല്ലാം പറക്കിയിട്ട് പെട്ടെന്ന് സിറ്റൗട്ടിൽ വെച്ച്. അങ്ങനെ ഇനി അടങ്കത് ചണ്ടി ആയെങ്കിൽ പിന്നെ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടാല, അത് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അടകെടുക്കും. അങ്ങനെ പിന്നെ അതെല്ലാം ഞാൻ പറക്കി സിറ്റൗട്ടിൽ വെച്ചതിന് ശേഷം നേരെ ഉള്ളിലേക്ക് വന്നിട്ട് എൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞു. അടിച്ച് വാരിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി തോർത്തും, ഡെയിലി ക്ലീൻ ആക്കും, അടിക്കും തോർത്തും അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ നേരെ ഇന്ന് കിച്ചണിലേക്ക് വന്ന് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫുഡാണ് കാസർഗോഡ്കാർ പറയുന്ന ചിക്കൻ മഞ്ഞത്തണ്ണിയും നെയ്ച്ചോറും. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ മഞ്ഞത്തണ്ണി. ഈസിയാണ് ഉണ്ടാക്കാൻ, കുറേ ഇതൊന്നും ആവശ്യം വരുന്നില്ല. സാധാരണ ഞങ്ങൾ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം ഇങ്ങനെ വഴറ്റിയിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് നന്നായിട്ട് വന്ന്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഫസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കും. കാണുന്നവർ സബ്സ്ക്രൈബ് ആക്കാത്തവർ സബ്സ്ക്രൈബ് ആക്കണം, പിന്നെ ബെല്ലൈക്കൺ അമർത്തണം, കമൻ്റ് ഇടണം, ഷെയർ ആക്കണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ കുറേ വിചാരിക്കുന്ന യൂട്യൂബ് തുടങ്ങണം, യൂട്യൂബിൽ വ്ളോഗ് ഇടണം, ഷോർട്സ് ഇടണം, പക്ഷേ ടൈമേ കിട്ടാറില്ല. എനിക്കൊരു മോളുണ്ട്, 3 വയസ്സ് കഴിഞ്ഞ ഒരു മോളും ഞാനും എൻ്റെ മാപ്പിള നാട്ടിൽ തന്നെ. അതാണ് എൻ്റെ വിശേഷം. ഒരു കുഞ്ഞു ഫാമിലി. അങ്ങനെ ഞങ്ങൾ 3 പേരായിട്ടുള്ളത്. അങ്ങനെ അപ്പം എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയത് പ്ലീസ്. എല്ലാവർക്കും മാക്സിമം ഷെയർ ആക്കിയത് സപ്പോർട്ടാക്കണം. എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അപ്പോൾ ഇതെൻ്റെ ബെഡ്റൂമിൻ്റെ ജനലാണ്. മീൻസ് ജനൽ ഓപ്പൺ ചെയ്താൽ ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. എന്ന് വെച്ചാൽ രാവിലെ ഈ കർട്ടനൊക്കെ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ നല്ല കൂടൻ മഞ്ഞൊക്കെ വീണ് മഴൻ്റെ ടൈമിൽ നല്ല ഭംഗി ഈ ഒരു സ്ഥലം, ആ ഒരു സ്ഥലം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ലൊരു വ്യൂ ഉള്ള വൈബ് കൊടുത്ത സ്ഥലമാണ് ആ സൈഡ് നോക്കാൻ. അങ്ങനെ പിന്നെ ഇന്നെന്താണെന്നറിയില്ല, പെട്ടെന്ന് നിരീക്കാതെയാണ് മഴയൊക്കെ പെയ്തത്. മഴയുണ്ടായി, ഇത് ഇങ്ങനെ ഉരുട്ട് കെട്ടുന്നല്ല പറയുമല്ലോ. അങ്ങനെ ആ ടൈം നല്ല ഭംഗിയാണ് കിച്ചണിലൊക്കെ നിന്നിട്ട് പണിയെടുക്കാനും. നമുക്ക് ഒരു ടൈം പോകുന്നേ അറിയുന്നില്ല. ഭയങ്കര കാറ്റും മഴയും ചാറ്റൽ മഴ. പിന്നെ അങ്ങനെ ഒരു ഭാഗത്ത് കറിക്കുള്ള മസാല ഒക്കെ ഇട്ട് പിന്നെ ഞാൻ കുറച്ച് പുഡിങ് ഉണ്ടായി, നമ്മളെ ഇളനീർ പുഡിങ്, അത് കഴിച്ച് വെറുതെ ഇരിക്കും. പിന്നെ ചിക്കൻ്റെ മഞ്ഞത്തണ്ണിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമില്ല, ഞാനൊരു കപ്പ് ആഡാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളെ പൂച്ച എപ്പോഴും ഉണ്ടാവും. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാണ് കള്ളം പൂച്ച. അങ്ങനെ പിന്നെ ഈ പൂച്ചക്ക് ഡെയിലി മീനാ ചിക്കനാ അങ്ങനത്തെ എന്തെങ്കിലും തന്നെ വേണ്ടത്. വേറെ എന്ത് ഇത് കഴിക്കുന്നില്ല, ഒരു സംഭവം ഇത് കഴിക്കലില്ല ഇവിടുന്ന്. അങ്ങനെ അതിനായിട്ട് എപ്പോഴും എന്തെങ്കിലും മാറ്റി വെക്കണം. എല്ലാം ഇങ്ങനെ കെരഞ്ഞോണ്ടാവും കീറിയിട്ട്. പാപ്പോ എന്തായാലും ബാക്കുന്നില്ല നമ്മളെ പൂച്ച. 2 പൂച്ചയുണ്ട്, ഒന്നൊന്നുമല്ല. പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള കലാപരിപാടിയാണ് പാത്രം കഴുകൽ. ഉച്ചവനെ അത് തീറലുണ്ടാവില്ല, ക്ലീൻ ആക്കൽ, പാത്രം കഴുകൽ. അങ്ങനെ പിന്നെ എല്ലായിടത്തും ഉള്ളത് തന്നെയല്ലേ. നമുക്ക് പിന്നെ കുറച്ച് ജാസ്തി പാത്രം കഴുകൽ, എന്ത് തൊട്ടത് പിടിച്ചതല്ല പാത്രം ആവല തന്നെ. ഞാൻ വിചാരിച്ചില്ല എനിക്ക് മാത്രമേ അപ്പാന്ന്, എല്ലാവർക്കും ആണെന്നാന്ന് എനിക്കറിയാലോ. ആണെങ്കിൽ എല്ലാവർക്കും അമ്മയിലിടണം. അങ്ങനെ പിന്നെ പാത്രം കഴുകിയിട്ട് ഞാൻ ആ കുരിയൊക്കെ ഇട്ടിട്ടാണ് പാത്രമെല്ലാം കഴുകിയിട്ട്. എന്താണെന്ന് വെച്ചെങ്കിൽ ആ കുരിയിൽ ഓൾറെഡി കഴുകിയിട്ട് ഉണങ്ങിയ പാത്രമുണ്ട്, അതൊക്കെ ഇനിയിപ്പോൾ എടുത്ത് വെക്കണം. എനിക്ക് പാത്രം കഴുകുന്നതല്ല പ്രശ്നം, ഈ പാത്രം കഴുകിയിട്ട് എടുത്ത് വെക്കുന്നില്ല അതിൻ്റെതായ സ്ഥലത്ത്. അതാണ് ഏറ്റവും കഷ്ടപ്പെട്ടൊരു പണി, ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. കഴുകുന്നത് എന്തെങ്കിലും കഴുകും. പിന്നെ നമ്മളെ ഈ തുണി അങ്ങനെ, തുണി എത്ര വേണമെങ്കിൽ നൽകാം. പിന്നെ അത്
മടിക്കിട്ടൊക്കെ എടുക്കും. തുണി മടിക്കിയിട്ട് അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നല്ലോ, അതും അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ പിടിച്ചൊരു പണി. ഇഷ്ടമല്ല, ഒരു പിരാന്ത് പിടിക്കുന്നു. അങ്ങനെ അങ്ങനെ നമ്മുടെ ചിക്കൻ മഞ്ഞത്തണ്ണി ഇവിടെ റെഡി, സൂപ്പർ. അങ്ങനെ പിന്നെ നമ്മളെ ഈ വൈറ്റ് ഓപ്പൺ കിച്ചൻ്റെ വൈറ്റ് കൗണ്ടർ ടോപ്പെല്ലാം ക്ലീനാക്കി. എന്തുണ്ടാക്കിയെങ്കിലും അപ്പം ഗ്യാസിലേക്ക് ഒരു എണ്ണ മിൻസ് വരും. എണ്ണ മിൻസ് വന്നെങ്കിൽ നമ്മൾ ഈ തുണിക്കെല്ലാം ഭയങ്കര എണ്ണ ചാറൽ, എണ്ണ പോലെ ഇങ്ങനെ മിൻസിക്കൊണ്ടാവും. അതെല്ലാം അടുത്തുള്ളൊരു പ്രശ്നമാണ്. അങ്ങനെ പിന്നെ എല്ലാം ക്ലീനാക്കി, ഈ കിച്ചണും ആ കിച്ചണൊക്കെ ക്ലീനാക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയി. കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ പണി ഞാൻ എടുക്കുന്നത്. എന്തുമില്ല, ചിക്കൻ മഞ്ഞത്തണിയും നെയ്ച്ചോറും അച്ചാറും ഇന്നത്തെ സ്പെഷ്യൽ, സിമ്പിളായിട്ടുള്ളത്. അങ്ങനെ നെയ്ച്ചോറ് അങ്ങനെ ഞാൻ പിന്നെ കുറേ ഇതൊന്നും ഇട്ടിട്ടൊന്നുമല്ല നെയ്ച്ചോറ് വെക്കുന്നത്. നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ കുറച്ച് ഉള്ളി, അതെല്ലാം ഇങ്ങനെ വാടിയിട്ട് വരുന്ന ടൈമിൽ ഞാൻ എത്ര ഗ്ലാസ്സിനാണ് അരി എടുക്കുന്ന അത്ര ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്നനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് പാങ്ങല ഉപ്പൂട്ടിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കും. അതവിടെ ഇതായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത്, പിന്നെ അത് തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ എന്താക്കി, അരി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ ചെറുപുളിയില്ലേ, കാസർഗോഡ് ചെറുപുളി എന്ന് പറയും, പിന്നെ ഒരു സ്ഥലത്ത് നാരങ്ങ, ചെറുനാരങ്ങ അങ്ങനെയെല്ലാം പറയും. അത് ഇതാക്കി കൊടുക്കുന്ന ആളുണ്ട്. പക്ഷെ ഞാൻ നാരങ്ങ ഒന്നും ഇതാക്കി കൊടുക്കലില്ല. നമുക്ക് മറ്റേ ഇങ്ങനെ സാധായിൽ വെക്കുന്ന ആ ടൈപ്പിൽ തന്നെ ചോറിങ്ങനെ വിട്ടിരുന്നിട്ട് കിട്ടാറുണ്ട്. അതിനോണ്ട് ഞാൻ അതൊന്നും യൂസ് ആക്കലില്ല. പിന്നെ പച്ചമുളക് അത് ഇട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ആ പച്ചമുളകും കുറച്ച് എണ്ണയും ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ചോറ് നമ്മൾ നല്ല വിതിർന്നിട്ട് കിട്ടുന്നു. അങ്ങനെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡാക്കി കൊടുത്ത്, ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ആഡാക്കി കൊടുത്ത്, പിന്നെ ഒരു ബീസിലാകുമ്പോൾ തന്നെ അത് സെറ്റായി അവിടെ. അങ്ങനെ പിന്നെ ഞാൻ നെയ്യ് അത് ഫസ്റ്റ് ആഡാക്കാറില്ല. ഫസ്റ്റ് ഞാൻ തേങ്ങ എണ്ണയിലാണ് ഉള്ളി ഇതെല്ലാം ഗ്രാമ്പൂല വാട്ടുന്നത്. ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മുടെ ഈ നെയ്യില്ലേ അത് ആഡാക്കുന്നത്. എന്നിട്ട് നന്നായി അടിയും തൊട്ടേ മീത്തോളം യോജിപ്പിച്ച് കൊടുക്കും. അങ്ങനെ നല്ല ടേസ്റ്റാണ് ലാസ്റ്റ് നെയ്യ് ഇതാക്കി കൊടുത്തങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിൽ. പിന്നെ ഞാനും എൻ്റെ മാപ്പിള ഇന്ന് വരുമ്പോൾ കുറച്ച് ലേറ്റായി ഫുഡെല്ലാം കഴിക്കാൻ വരുമ്പോൾ. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ മോള് കഴിച്ച് 2 മണി വരെ ഞമ്മ വെയിറ്റ് ആക്കി. പിന്നെ വിളിച്ചിട്ടാകുമ്പോൾ പറഞ്ഞ് ഞാൻ കുറച്ച് ലേറ്റാവും, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ മോൾക്ക് പൈച്ചറുണ്ടാലോ എന്നിട്ട് ഞങ്ങൾ പിന്നെ അല്ലാണ്ട് ഒന്നിച്ചിട്ടാണ് കഴിക്കൽ, പെട്ടെന്ന് വരുത്തുണ്ട്. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ മോള് കഴിച്ച്. എന്നാൽ വെച്ചെങ്കോളെ പിന്നെ കഴിച്ചപ്പാട് ഞങ്ങൾ ഉച്ചക്കൊരു ഉറക്കുണ്ട്. അങ്ങനെ ഇതെന്തായാലും ഇങ്ങനത്തെ ഒരു കരച്ചിൽ എൻ്റെ മോൾക്ക്. ഞാൻ തിന്ന പ്ലേറ്റെല്ലാം കിച്ചണിലൊക്കെ വെക്കാൻ പോകുമ്പോഴത്തേക്ക് അച്ചാർ ഭാരിയിട്ട് കഴിച്ച അച്ചാർ കള്ളി ആ കഴിച്ചിട്ടാകുമ്പോഴത്തേക്ക് അത് പാങ്ങല എരിഞ്ഞ് അങ്ങനെ കരച്ചിൽ. പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോയി. ഉച്ചക്കൊക്കെ ഒരു ഉറക്കുണ്ട്, അത് മസ്റ്റ്. അതില്ലാതെ പിന്നെ ഒരു വൈകുന്നേരം 6 മണി 7 മണി ആ ടൈം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്ത് പോയി. നമ്മുടെ കാസർഗോഡ് വിദ്യാനഗർ ഫസ്റ്റായിട്ട് തുടങ്ങിയ നമ്മുടെ വെള്ളച്ചാട്ടമില്ല, അതായത് ഫസ്റ്റ് ഭയങ്കര പുൽസാടെ മാഷാ അല്ലാഹ്. എൻ്റെ മോൾക്ക് എന്ത് വൈബ് അവിടെ കൊണ്ടുപോയിട്ടാകുമ്പോൾ ഇവിടെ പോവാത്തവർ എന്തായാലും മസ്റ്റായിട്ട് വരണം. കാണാൻ അത്ര വൈബുണ്ട്. എന്ത് വൈബ്, ഈ വെള്ളത്തിൻ്റെ എല്ലാം ഇത് വരുന്ന കാണുമ്പോൾ എന്ത് പൊലിച്ച് നല്ല പാങ്ങുണ്ട്. അങ്ങനെ എല്ലാവരും ഫുള്ള് പുറത്ത്. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്നല്ല കഴിച്ചത്, വന്നിട്ടായിട്ട് നമ്മൾ ഓൾറെഡി വീട്ടിലുണ്ടാക്കി തന്നെ ഉണ്ടല്ലോ. അങ്ങനെ പുറത്തുനിന്ന് വേസ്റ്റാകുമ്പോൾ നമ്മൾ പുരയിലാക്കി ഫുഡെല്ലാം വേസ്റ്റാകല്ല. അങ്ങനെ പിന്നെ ഈടെ എന്തെല്ലാം ഉണ്ടായി കാസർഗോഡ് ഐറ്റംസ്, കച്ചറല്ല മീൻസ് ഗോബി മഞ്ചൂരി, പോപ്കോൺ, അത് ഇത് ഐസ്ക്രീമാണ്, എങ്ങനത്തെ സ്നാക്സ് വേണമെങ്കിലും ഞാൻ അതെല്ലാം കഴിച്ചായിരുന്നു. അതെല്ലാം കഴിച്ചായിരുന്നു ഓൾറെഡി വേറെ പറഞ്ഞു. പിന്നെ നമ്മളെ റോബോട്ട് ഇത് കണ്ടിട്ട് നമ്മൾ പേടിച്ചിട്ട് ഒരു മധുരമായി പോയിന്. അങ്ങനെ പിന്നെ ഇവിടെ എന്തെല്ലോ കഴിക്കാനോ അങ്ങനത്തെ എല്ലാം ഉണ്ട്, എന്ത് വേണം കഴിക്കാം. അങ്ങനെ ഇവിടുന്ന് എന്തെല്ലോ കഴിച്ചിട്ട് പേർക്കെത്തുമ്പോൾ ഒരു മാതിരി പിന്നെ എന്ത് വേണം വേണ്ടിയിട്ട. അങ്ങനെ എന്തോ ഒരു നല്ല സ്ഥലമാണ്. ഇവിടെ ആരും വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് വിദ്യാനഗർ ഫസ്റ്റായിട്ടാണ് ഇങ്ങനത്തെ ഫസ്റ്റ് നടക്കുന്നത്. വരാത്തവർ എന്തായെങ്കിലും പറഞ്ഞു. എൻ്റെ മോൾക്ക് നല്ല പൈസയായി, നല്ല വൈബായി എൻ്റെ മോൾക്ക്. അങ്ങനെ നല്ല പൈസയായി. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത് പ്ലീസ്. എല്ലാവരും സബ്സ്ക്രൈബ് ആക്കും, ഷെയർ ആക്കും. ഓക്കെ, ബൈ.